കുട്ടിയുടെ പേര് ഒന്നുകൂടെ ഇവിടെ നമുക്ക് ഹാരിസ് പി ജെ ഒന്നും കൂടെ എഴുതണം, ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഹാരിസ് പി ജെ സെലക്ട് ചെയ്തതിന് ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം കോപ്പി ചെയ്തിട്ട് നമുക്ക് എവിടെയാണ് ഇത് പേസ്റ്റ് ചെയ്യേണ്ടത് ആ കോളം സെലക്ട് ചെയ്ത് പേസ്റ്റ് ഓപ്ഷൻ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഹാരിസ് പി ജെ വരുന്നതായിട്ട് കാണാൻ പറ്റും. ഇത് ചെയ്യാൻ, ഇങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്യാൻ പല ട്രിക്സും ഉണ്ട്, പല ഈസി ആയിട്ടുള്ള ഷോർട്ട് കട്ട് വേകളൊക്കെ ഉണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് വരുന്ന മൊഡ്യൂൾസിലെ ചാപ്റ്റേഴ്സിലും നമ്മളത് ഡിസ്കസ് ചെയ്യുന്നതാണ്. ഇനി എനിക്ക് ഹാരിസ് പി ജെ പകരം ഇതിപ്പോൾ ഞാൻ ഹാരിസ് പി ജെനെ അവിടെ നിന്ന് എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുക ചെയ്ത്, എനിക്ക് പകരം ഹാരിസ് പി ജെ എന്ന് പറയുന്ന ടോട്ടൽ എൻ്റെ പേര് ഇവിടെ വേണ്ട, പകരം ആ പേര് മൊത്തം എനിക്ക് ഇങ്ങോട്ടേക്ക് മാറ്റണം എന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നും കൂടെ ആ കോളം സെലക്ട് ചെയ്തതിന് ശേഷം കട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. കട്ട് ചെയ്ത് എനിക്ക് ഇവിടെയാണ് പേസ്റ്റ് ചെയ്യേണ്ടതെന്നുള്ളതിൽ ആ സെല്ലിൽ കൊണ്ടുപോയിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് പേസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ഇവിടെ നിന്ന് ഹാരിസ് പി ജെ മൊത്തം കട്ട് ചെയ്ത് നമ്മൾ ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞുതരാം, കോപ്പി ചെയ്യാം, ജസ്റ്റ് കോപ്പി ചെയ്യാം, എന്നിട്ട് പേസ്റ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കട്ട് ചെയ്ത് അവിടുന്ന് മാറ്റിയിട്ട് പേസ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി ഫോർമാറ്റ് പെയിൻറ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ, ഞാൻ IFTP ഫോർമാറ്റ് പെയിൻറ്ററിൻ്റെ സംസാരിക്കുന്നതിന് തൊട്ട് മുമ്പ് നമുക്ക് ഫോൺ സെക്ഷനിലും കൂടെ ഒന്ന് പോയിട്ട് വരാം. അപ്പം ഫോൺ സെക്ഷനിൽ നമ്മൾ ഫസ്റ്റ് കാണുന്ന ആപ്റ്റോസ് നാരോ എന്ന് പറഞ്ഞിട്ടുള്ള ഫോണ്ടിലാണ് ഈ പേര് വന്നിട്ടുള്ളത്. ഇപ്പോൾ എനിക്ക് സീരിയൽ നമ്പർ ഈ അല്ലെങ്കിൽ ഈ ഹെഡിങ് മൊത്തം വേറൊരു ഫോണ്ടിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ഡൗൺ ആരോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വേണ്ട ഏതെല്ലാം രീതിയിലുള്ള ഫോണ്ടുകളാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ രീതിയിലുള്ള ഫോണ്ടുകൾ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് കുറച്ചും കൂടി അട്രാക്റ്റീവായിട്ട് നമുക്ക് തോന്നുന്നതാണ്. അപ്പം ഹെഡിങ് നമ്മൾ കുറച്ച് അട്രാക്റ്റീവായിട്ട് ചെയ്തു. ഇനി അടുത്തത് വരുന്നത് ഈ 11 എഴുതിയുള്ളത് ഈ ഫോണ്ടിൻ്റെ സൈസാണ്. അപ്പോൾ ഞാൻ ഹെഡിങ്ങിൻ്റെ ഫോണ്ട് സൈസ് എനിക്ക് കുറച്ചും കൂടെ കൂട്ടണം. ഒരുമിച്ച് ഒരു സെല്ലിലുള്ള ഡാറ്റാസിലാണ് നമുക്ക് ചേഞ്ച് വരുത്തേണ്ടതെന്നുണ്ടെങ്കിൽ ആ സെല്ല് മാത്രം സെലക്ട് ചെയ്താൽ മതി. ഇനി അതുപോരാ, നമുക്കൊരു ഈ മൊത്തം കാണിച്ചിട്ടുള്ള സെല്ലുകളെല്ലാം കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ സീരിയൽ നമ്പർ ഫസ്റ്റത്തെ സെല്ലിൽ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ആ ക്ലിക്ക് അമർത്തി പിടിച്ചുകൊണ്ട് തന്നെ നമ്മൾ വേണ്ട കോളത്തിലോട്ട് നമുക്ക് ഡ്രാഗ് ചെയ്യാൻ പറ്റും. ഒരു പ്രാവശ്യം കൂടെ കാണിച്ചു തരാം. സീരിയൽ നമ്പർ എന്ന് പറയുന്ന കോളത്തിൽ ഞാൻ ക്ലിക്ക് ചെയ്തു, അമർത്തി പിടിച്ചുകൊണ്ട് തന്നെ എനിക്ക് വേണ്ട സ്റ്റുഡൻറ് നെയിം, മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി എന്നിങ്ങനെയുള്ള എല്ലാ കോളത്തിലോട്ടും ഞാൻ ഡ്രാഗ് ചെയ്തപ്പോൾ ഈ എല്ലാ സെല്ലും കോളവും നമുക്ക് എന്തായി വരുന്നതായിട്ട് കാണുന്നുണ്ട്, സെലക്റ്റഡ് ആയിട്ട് വരുന്നത് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഈ സെല്ലുകളിലെ എല്ലാ ഹെഡിങ്സിൻ്റെയും ഫോണ്ടാണ് മാറ്റേണ്ടത്. ഇപ്പോൾ 11 കിടക്കുന്നത്, ഞാനതൊരു 16 ആക്കുമ്പോൾ അതിൻ്റെ എല്ലാം സൈസ് കൂടിയതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു കാര്യം കൂടി നമുക്ക് സംസാരിക്കാം. ഒരു കോളത്തിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് MS എക്സലിനോട് തന്നെ പറയാം ഇതിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുള്ള ഡാറ്റയ്ക്ക് ഒതുങ്ങുന്ന രീതിയിൽ നിങ്ങൾ ഇതിൻ്റെ കോളത്തിൻ്റെ വിഡ്ത്തിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ എയുടെയും ബിയുടെയും നടുവിൽ ഇങ്ങനെ ഒരു ആരോ വരുമ്പോഴായിരുന്നു നമ്മൾ ക്ലിക്ക് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കൊണ്ടിരുന്നത്. അതിന് പകരം ഈ ആരോ വരുന്ന സമയത്ത് ഈ ആരോയിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ നമുക്ക് എക്സൽ തന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള കണ്ടന്റിനനുസരിച്ച് കോളത്തിൻ്റെ വിഡ്ത്ത് ചേഞ്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഫിസിക്സ് ആണെങ്കിൽ നമ്മൾ ഡിയുടെ ഇയുടെയും നടുവിൽ കൊണ്ടുപോയി വെക്കുമ്പോൾ നമ്മുടെ ആരോയിൽ ഒരു ചേഞ്ച് വരുന്നുണ്ട്. ആ ചേഞ്ച് വരുന്ന സമയത്ത് ഡബിൾ ക്ലിക്ക് ആക്കി ഇവർ തന്നെ ഓട്ടോമാറ്റിക്കലി എക്സൽ തന്നെ അതിന് വേണ്ട രീതിയിൽ കോളത്തിൻ്റെ വിഡ്ത്ത് ചേഞ്ച് ചെയ്യുന്നതാണ്. ഇനി അപ്പോൾ നമ്മൾ ഇതിൽ ഫോണ്ട് എങ്ങനെയാണ് മാറ്റുക എന്നുള്ളത് പഠിച്ചു. എനിക്കിനി പെട്ടെന്ന് ഫോണ്ട് മാറ്റണ്ട, എനിക്ക് മെല്ലെ മെല്ലെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മാറ്റിയാൽ മതി എന്നുണ്ടെങ്കിൽ ഈ എയുടെ മുകളിൽ ഒരു അപ്പാരോ വരുന്നത് ഉണ്ടാവും. ഇത് നെക്കിക്കഴിഞ്ഞാൽ ഫോണ്ടിൻ്റെ സൈസ് കൂടുകയും എയുടെ സൈഡിൽ ഡൗൺ ആരോ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ ഫോണ്ടിൻ്റെ സൈസ് കുറക്കാനായിട്ടും യൂസ് ചെയ്യാൻ പറ്റും. ഇനി ഈ ഫോണ്ട് ഈ ഹെഡിങ് കൊടുത്തിട്ടുള്ളത് എനിക്കൊരു ബോൾഡായിട്ട് കാണിക്കണമെന്നുണ്ടെങ്കിൽ ഈ ബിയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ബോൾഡായി മാറുകയും ഐയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇറ്റാലിക് സ്റ്റൈലിലോട്ട് അത് മാറുകയും ഇതിൻ്റെ എല്ലാ അടിയിലും നമുക്കൊരു അണ്ടർലൈൻ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഈ അണ്ടർലൈൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ എല്ലാത്തിൻ്റെ അടിയിൽ നമുക്കൊരു അണ്ടർലൈൻ വരുന്നതായിട്ട് കാണുകയും ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി ഈ സീരിയൽ നമ്പറിൻ്റെ അടിയിൽ എനിക്ക് അല്ലെങ്കിൽ ഫസ്റ്റത്തെ ഹെഡിങ്സിൻ്റെ എല്ലാ അടിയിൽ ഡബിൾ അണ്ടർലൈൻ വേണമായിരുന്നെങ്കിൽ ഇവിടെ ഈ അണ്ടർലൈൻ്റെ തൊട്ട് സൈഡിലുള്ള ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡബിൾ അണ്ടർലൈനും കൊടുക്കാനുള്ള ഓപ്ഷൻ ഇവിടെ വരുന്നുണ്ട്. അപ്പം ഞാൻ ഫോർ ദ ടൈം ബീങ് ബോൾഡും ഇറ്റാലിക്കും എനിക്ക് ജസ്റ്റ് ബോൾഡ് മാത്രം മതി.
ഞാൻ ബോൾഡ് മാത്രം ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് വരുന്നതാണ് നമ്മുടെ കോളംസിന് എങ്ങനെ ബോർഡേഴ്സ് കൊടുക്കുക എന്നുള്ള കാര്യമാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ നമുക്ക് ഏതെല്ലാം കോളത്തിനാണ് ഏതെല്ലാം സെൽസിനാണ് നമുക്ക് എന്ത് വേണ്ടത്, ബോർഡർ കൊടുക്കേണ്ടതുണ്ടെങ്കിൽ ആ സെല്ലുകളെല്ലാം സെലക്ട് ചെയ്യാം. ഒന്നുകൂടെ പറഞ്ഞുതരാം. എനിക്കിപ്പോൾ സീരിയൽ നമ്പർ എന്ന് പറഞ്ഞിട്ടുള്ള സെല്ല് തൊട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ സീരിയൽ നമ്പർ സെല്ല് തൊട്ട് ക്ലിക്ക് ചെയ്ത് റൈറ്റ് സൈഡിലോട്ട് ഡ്രാഗ് ചെയ്ത് അതിനെ വീണ്ടും ഞാൻ താഴോട്ടേക്ക് ഡ്രാഗ് ചെയ്ത് റോ വൈസും സെലക്ട് ചെയ്തു. അപ്പൊ ഈ എൻറ്റയർ ഏരിയ എനിക്കിപ്പം സെലക്ഷനിലാണ് കിടക്കുന്നത്. ഇപ്പൊ നമുക്ക് ബോർഡറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബോട്ടം ബോർഡർ എന്ന് പറഞ്ഞാൽ ഈ താഴെ ഭാഗത്ത് മാത്രം ബോർഡർ ഉണ്ടാവും. ടോപ്പ് ബോർഡർ എന്ന് പറഞ്ഞാൽ മോൾ ഭാഗത്ത് മാത്രം വരും. ലെഫ്റ്റ് ബോർഡർ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ മാത്രം വരും. റൈറ്റ് ബോർഡർ എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡിൽ മാത്രം വരും. നോ ബോർഡർ എന്ന് പറഞ്ഞാൽ ഒരു ബോർഡർ ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഒഴിവുകളുള്ള സമയങ്ങളിൽ ഇതെല്ലാം ചെയ്തു നോക്കാം, എന്തെല്ലാമാണ് യൂസ് എന്നുള്ളത് നോക്കാം. ഈ ഓൾ ബോർഡേഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിന്റെയും ബോർഡർ നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഞാനിപ്പോ ഇതൊരു ഓൾ ബോർഡർ ആണ് സെലക്ട് ചെയ്യുന്നത്. കണ്ടോ ബോർഡറിൽ വന്ന വ്യത്യാസം, ഇവിടെ ഒന്നും ബോർഡർ ഇല്ല, ഇതിനകത്തോട്ട് നമുക്ക് ബോർഡർ വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് ഒരു സെല്ലിന്റെ ഉള്ളില് എങ്ങനെ നമുക്കിപ്പം അയ്യൂബ് എന്ന് പറയുന്ന ഒരാൾക്ക് 15 മാർക്കേ ഉള്ളൂ കെമിസ്ട്രിക്ക്. അപ്പൊ ഇവൻ ഈ വ്യക്തിക്ക് കെമിസ്ട്രിക്ക് മാർക്ക് കുറവാണ്. അപ്പൊ നമുക്ക് ഇവനൊന്ന് ഹൈലൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സെല്ലിന്റെ ഉള്ളിൽ എങ്ങനെ കളർ കൊടുക്കുക എന്നുള്ളതാണ് ഈ ഓപ്ഷൻ വരുന്നത്. ഇപ്പൊ ഇത് യെല്ലോ ആണ് സെലക്ട് ആയി കിടക്കുന്നത്. ഈ യെല്ലോയുടെ സൈഡിലുള്ള ആരോയിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് വേണ്ട കളർ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ ജസ്റ്റ് റെഡ് ആണ് സെലക്ട് ചെയ്യുന്നത്. കേട്ടോ, ആ കോളത്തിന്റെ ഉള്ളിൽ റെഡ് കളറാണ് വരുന്നത്. ഇപ്പോൾ അതിന് പകരം എനിക്ക് എൻ്റെ കോളത്തിന് കളർ കൊടുക്കണ്ട, പകരം എനിക്ക് എഴുതിയിട്ടുള്ള ടൈപ്പ് ചെയ്തിട്ടുള്ള നമ്പേഴ്സിന് മാത്രം കളർ കൊടുത്താൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പൊ 36 എന്ന് പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ഹാരിസ് പി ജിക്ക് മാത്രമാണ് ഞാൻ ഒരു ഗ്രീൻ കളർ കൊടുക്കുക. ഗ്രീൻ കളറിലാണ് ഈ എഴുത്ത് വരേണ്ടതെന്നുണ്ടെങ്കിൽ ഈ എയിൽ കണ്ടാവും, ഇതിൽ പോയിട്ട് ക്ലിക്ക് ചെയ്ത് ഗ്രീൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹാരിസ് പി ജിയുടെ പേര് ഗ്രീൻ ആയിട്ട് മാറുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പം ഞാൻ ഒന്നും കൂടെ സമ്മറൈസ് ചെയ്യാം. ഫോർമാറ്റിംഗിൽ ഫസ്റ്റ് നമ്മൾ ക്ലിപ്പ് ബോർഡിനകത്ത് നോക്കി എങ്ങനെ കോപ്പി ചെയ്യാം, എങ്ങനെ കട്ട് ചെയ്യാം, എങ്ങനെ പേസ്റ്റ് ചെയ്യാം എന്നുള്ളത് സംസാരിച്ചു. അതിനുശേഷം നമ്മൾ ഫോണ്ട് എങ്ങനെ മാറ്റണമെന്നും ഫോണ്ടിലെ സൈസ് എങ്ങനെ മാറ്റണമെന്നും സൈസ് അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാനുള്ള ബട്ടൺസ് എന്തെല്ലാമാണെന്നും ബോൾഡ് ഇറ്റാലിക് എങ്ങനെയാണ് നമുക്ക് അണ്ടർലൈൻ ചെയ്യേണ്ടതെന്നും ഒരു കോളത്തിന് എങ്ങനെയാണ് ബോർഡേഴ്സ് കൊടുക്കേണ്ടതെന്നും അതിനുശേഷം ഒരു സെല്ലിനകത്ത് എങ്ങനെ കളർ ഫില്ല് ചെയ്യാമെന്നും എങ്ങനെയാണ് ആ ഫോണ്ടിന്റെ കളർ ചേഞ്ച് ചെയ്യുക എന്നുള്ള കാര്യമാണ് നമ്മൾ ഇതുവരെ സംസാരിച്ചത്. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ അലൈൻമെന്റ് ആൻഡ് നമ്പർ സെക്ഷൻസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടെ നമ്മുടെ ഡാറ്റ ക്ലിയർ ആക്കാനും എങ്ങനെ പ്രോപ്പറായിട്ട് അലൈൻ ചെയ്യാന്നുള്ളതും നമ്മൾ ആ സെഷനിൽ പഠിക്കുന്നതാണ്. താങ്ക്